إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുവഹിദീങ്ങളായി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി റബ്ബല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിച്ച് ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്ത്യദിനത്തിന് മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന അനവധി കാര്യങ്ങളെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടുണ്ട്. അശ്റാത്തുസ്സാഅ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൽ ചെറിയ അടയാളങ്ങളെക്കുറിച്ച് അശ്റാത്തുസ്സുഗ്റ, ചെറിയ അടയാളങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അലാമാത്തിസ്സാഅ, അന്ത്യദിനത്തിന്റെ അടയാളമായി പ്രവചിച്ചതായ കാര്യമാണ് ദുഹൂറുൽ ഖവാരിജ്. ഖവാരിജുകൾ എന്നറിയപ്പെടുന്ന സത്യവിശ്വാസികൾക്കെതിരിൽ കുഫ്റാരോപിച്ചുകൊണ്ട് ഭരണാധികാരികൾക്കെതിരിലും അതുപോലെ തന്നെ വിശ്വാസികൾക്കെതിരിലും കലാപമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ആളുകൾ കടന്നുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഹ്ഖിറൂന സ്വലാത്തക്കും ഇലാ സ്വലാത്തിഹിം വസിയാമക്കും ഇലാ സിയാമിഹിം ഖൗമുൻ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു ഹനാജിറഹും. അവരുടെ നമസ്കാരവും നിങ്ങളുടെ നമസ്കാരവും താരതമ്യം ചെയ്താൽ അവർ വലിയ നമസ്കാരക്കാരായിരിക്കും. നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല. അവരുടെ നോമ്പും നിങ്ങളുടെ നോമ്പും താരതമ്യം ചെയ്താൽ അവർ വലിയ നോമ്പുകാരായിരിക്കും. നിങ്ങൾ അത്ര വലിയ നോമ്പുകാരൊന്നും ആയിരിക്കുകയില്ല. അത്രമാത്രം അടയാളങ്ങളുള്ള, എന്നാൽ സത്യവിശ്വാസികൾക്കെതിരെ കുഫർ ആരോപിച്ചുകൊണ്ട് കലാപം നയിക്കുന്ന ആളുകൾ കടന്നുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും, എന്നാൽ ആ വിശുദ്ധ ഖുർആൻ അവരുടെ തൊണ്ടക്കുഴിയിലൂടെ താഴോട്ടിറങ്ങുകയില്ല.
യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു അസ്സഹ്മു മിനർ റമിയ്യ. ഒരു ഇരയിൽ അമ്പ് തറച്ച് പുറത്തു പോകുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഒരുപാട് രക്തം ചിന്തി, കലാപങ്ങൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന രൂപത്തിലുള്ള കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവരങ്ങനെ ദീനിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് ഉണ്ടാകുകയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർക്കെതിരിൽ യുദ്ധം ചെയ്യുകയും ചെയ്തു. പിന്നീട് പല ഫിത്നകളും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച് താക്കീത് ചെയ്തതിൽ ഒന്നാണ് ഫിത്നത്തു ഖൽഖിൽ ഖുർആൻ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ കൊല്ലപ്പെടുകയും ബിദ്അത്തുകാർക്ക് വലിയ അധികാരം ലഭിക്കുകയും മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലും ജയിലിലടക്കുകയും ചെയ്തതായ ഫിത്നത്തു ഖൽഖിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല സൃഷ്ടിയാണ് എന്ന് പറയുന്നതായ വാദക്കാർ കടന്നു വന്നു. ഇനിയോ പിൻകാലത്തേക്ക് കടന്നു പോകുമ്പോ വീണ്ടും ഈ ഉമ്മത്തിൽ നിന്ന് പല ആളുകളും മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ പാത പിന്തുടരുന്ന അവസ്ഥ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا تقوم الساعة حتى تأخذ أمتي بأخذ القرون قبلها شبرا بشبر وذراعا بذراع حتى لو دخلوا جحر ضب لدخلتموه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ തഅഖുദ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു പറ്റം ആളുകൾ പിന്തുടരുന്നതുവരെ, ബിഅഖ്ദിൽ ഖുറൂനി ഖബ്ലഹാ, മുൻകഴിഞ്ഞുപോയ സമുദായങ്ങളുടെ പാത പിന്തുടരും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഹും الفرس الفارس والروم؟ فقال صلى الله عليه وسلم ومن الناس إلا أولئك. وفي رواية الإمام مسلم قالوا يا رسول الله اليهود والنصارى قال فمن؟ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ജൂത ക്രൈസ്തവരുടെ പാത പിന്തുടരുമെന്നാണോ, പിന്നെ ആരുടെ പാതയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, റോമുകാരുടെയും പേർഷ്യക്കാരുടെയും ചര്യകളെയും ആചാരങ്ങളെയും പിന്തുടരുന്നവർ ഈ ഉമ്മത്തിലുണ്ടാകുമെന്നാണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിന്നെ എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചാണിനു ചാണായും മുഴത്തിനു മുഴമായും കഴിഞ്ഞുപോയ സമുദായങ്ങളെ പിന്തുടരുന്ന അവസ്ഥ ഈ ഉമ്മത്തിന് വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെയും ജയന്തിയും സമാധിയും ആഘോഷിക്കൽ ഇസ്ലാമിലില്ല. പക്ഷെ അവരൊക്കെ ജയന്തി ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്കും മൗലിദ്, പേരറബിയിലാണെന്നേ ഉള്ളൂ. അവരാണ്ടാഘോഷിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളുടെ നാട്ടിലെ ബഹുദൈവാരാധകരായ ആളുകൾ ആരെങ്കിലും മരണപ്പെട്ട ആണ്ടാഘോഷിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ആണ്ട്, എല്ലാ കാര്യങ്ങളും, എന്തെല്ലാം കാര്യം, അവിടെ അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ജാറങ്ങൾ കെട്ടിപ്പൊക്കി ഉറൂസ്. ഒന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യമാണ്. മഹാനായ ഇമാം നവവി റഹിമഹുല്ല പറയുകയാണ്, എന്താണ് ഈ ചാണിന് ചാണ് മുഴത്തിന് മുഴമെന്ന് പറയുന്നത്? ഖാല നവവി റഹിമഹുല്ലാ വൽ മുറാദു ബിശ്ശിബ്രി വദ്ദിറാഇ വജുഹ്റ അദ്ദുബ്ബി അത്തംസീലു ബിശിദ്ദ. അവരെ നിങ്ങൾ അങ്ങേയറ്റം പിന്തുടരും എന്നത് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ തലയിട്ടാൽ അവിടെയും നിങ്ങൾ പോയി തലയിടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ചാണിന് ചാണ് മുഴത്തിന് മുഴം എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിന് മക്കളില്ല എന്ന് പാരായണം ചെയ്യുന്ന ലം യലിദ് വലം യൂലദ്, എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് രാവിലെ വൈകുന്നേരം സുന്നത്ത് നമസ്കാരങ്ങളിൽ, ഓരോ ഫജ്റിനും മുന്നെയുള്ള സുന്നത്ത് നമസ്കാരത്തിൽ പോലും ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ്
ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചവനല്ല, അവൻ ഒരാൾക്കും ജന്മം നൽകിയ ഒരാളുടെയും പിതാവുമല്ല എന്ന് കൃത്യമായി, അല്ലെ, ലം യത്തഖിദ് സ്വാഹിബതൻ വലാ വലദ, അല്ലാഹുവിന് പത്നിയില്ല, അല്ലാഹുവിന് സന്താനമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് സന്താനം ഉണ്ട് എന്ന് പറയുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരു പ്രശ്നമില്ല. ആഘോഷിക്കാൻ മുൻപന്തിയിൽ, ആശംസ അറിയിക്കാൻ മുൻപന്തിയിൽ. നന്നായിട്ട് ആലോചിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് വിശ്വാസം എന്തെന്നറിയാതെ ഇതിനൊക്കെ പിറകെ പോകുന്ന ഒരു സമൂഹം വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ. ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യദിനം സംഭവിക്കുന്നതിന് മുന്നോടിയായി ചില ആളുകൾ വരും. ലാ തഖൂമു സ്സാഅതു ഹത്താ യുബഅസ ദജ്ജാലൂന കദ്ദാബൂൻ ഖരീബുൻ മിൻ 30 കുല്ലുഹും യദ്ദഇ അന്നഹു റസൂലുള്ളാഹ്. 30ഓളം വരുന്ന കള്ളന്മാരായ ആളുകൾ വരും. അവരൊക്കെ തങ്ങൾ നബിമാരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെ, മുസൈലിമത്തുൽ കദ്ദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വധിക്കപ്പെട്ട അസ്വദുൽ അനസി, ഇങ്ങനെ പറയുന്ന ധാരാളം ആളുകൾ നുബുവത്ത് വാദിച്ചു കൊണ്ട് വന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന്റെ അടയാളമായി താക്കീത് ചെയ്ത വരുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഏത് മതസ്ഥരാകട്ടെ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അവരോട് നീതിയോടുകൂടി നല്ല നിലക്ക് പെരുമാറുന്നതിന് ഏത് മതക്കാരനാവട്ടെ അവർക്ക് പുണ്യം ചെയ്യുന്നതിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിലക്കിയിട്ടില്ല. അവർ നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ അവർ തുനിയുകയും ചെയ്യാത്തിടത്തോളം നിങ്ങൾ അവരോട് ഏറ്റവും നല്ല സമീപനം വെച്ച് പുലർത്തണം. അതിന്റെ അർത്ഥം എന്താ? എല്ലാ അർത്ഥത്തിലുള്ള അവിശ്വാസപരമായ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലും കാര്യങ്ങളൊക്കെ പോയിട്ട് പങ്കെടുക്കണം എന്നാണോ? ഒരിക്കലുമല്ല. ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് പടച്ച റബ്ബിന് മക്കളുണ്ടായി എന്ന് വഖാലു ഇത്തഖദർ റഹ്മാനു വലദ, അല്ലേ? പടച്ച റബ്ബിന് കുട്ടിയുണ്ടായി എന്ന് പറയുന്ന വാദം ഏറ്റവും വലിയ കളവായി പഠിപ്പിക്കപ്പെട്ട ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എന്താ വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്? ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ. അങ്ങനെ പറയരുതേ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനൊരു മകനുണ്ട് എന്ന് പറയുന്ന ആ വാക്ക് എന്ന് പറയുന്നത് വളരെ വലിയ ഗൗരവമുള്ള വാക്കാണ്. എന്നിട്ട് എന്താ ഖുർആൻ പറയുന്നത് അറിയോ? തകാദു സ്സമാവാതു യതഫത്തർന മിൻ വതൻശഖുൽ അർദ് വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഅു ലിർറഹ്മാനി വലദ. പടച്ച റബ്ബിന് മക്കളുണ്ട് എന്ന വാക്ക് പറയുമ്പോ ആകാശം പൊട്ടിപ്പിളരുമാറ്, ഭൂമി വിണ്ടു കീറുമാറ്, പർവ്വതങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു തകരുമാറ് ഗൗരവമുള്ള വാക്കാണ്. അതുകൊണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കുക, ഈമാൻ ഉറപ്പിക്കണം, തൗഹീദുള്ള ആളുകളായി മരിക്കാൻ സാധിക്കണം. അല്ലാതെ ആരോടുള്ള വിദ്വേഷമോ പകയോ അതൊന്നുമല്ല. പരസ്പരം നല്ല നിലക്കുള്ള അവരുടെ മതവും വിശ്വാസവും പിന്തുടരുക എന്നുള്ളതല്ല നല്ല നിലക്ക് പെരുമാറുക എന്ന് പറഞ്ഞാൽ. ഏറ്റവും നല്ല നിലക്ക് പെരുമാറുകയും നല്ല സമീപനം വെച്ച് പുലർത്തുകയും ചെയ്യണം. എന്നാൽ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ പിന്തുടരാൻ പറ്റൂല, അത് പാടില്ല. നമ്മൾ പിന്തുടരുന്ന ഈസാ നബിയുടെ മതമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, റസൂലാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ മകനാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട്
അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി ജീവിക്കുക റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار آمين 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 برحمتك يا أرحم الراحمين وأقم الصلاة.